ഇത് ഒരു കൽപ്പിത കഥയാണ്. എല്ലാ നാമങ്ങളും കഥാപാത്രങ്ങളും ചിത്രീകരിച്ചിരിക്കുന്ന സംഭവങ്ങളും തികച്ചും സാങ്കല്പികമാണ്. ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ഏതെങ്കിലും വ്യക്തിയുമായി സാദൃശ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് യാദൃച്ഛികം മാത്രമാണ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ആത്മീയ അരിക്ഷിതാവസ്ഥയും ആത്മീയ അധപ്പതനത്തിനും വിവിധ തരത്തിലുള്ള ആത്മീയ ഞരമ്പ് രോഗങ്ങൾക്കും പ്രതിവിധി നിർദ്ദേശിക്കുന്ന ഒരു മനോരോഗ വിദഗ്ധൻ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇന്നു മുതൽ ചാർജ് എടുത്തിട്ടുണ്ട്. പ്രശസ്ത മനോരോഗ വിദഗ്ധനും ബെഥേസ്ത സർവകലാശാലയുടെ മെഡിക്കൽ ഡയറക്ടറുമായിരിക്കുന്ന ഡോക്ടർ ജേക്കബ് ജോൺസ് എല്ലാ രോഗികളെയും ഇന്നു മുതൽ ചികിത്സിക്കുന്നതാണ്. ആർക്കെങ്കിലും അദ്ദേഹത്തെ കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ OPയിൽ വന്നാൽ മതിയാകും. ഡോക്ടറെ, പേഷ്യൻസ് റെഡിയാണ്. ഞാൻ വിളിച്ചു തുടങ്ങട്ടെ? ഒരു മിനിറ്റ്. ഓക്കെ, വിളിച്ചോളൂ. ടോക്കൺ നമ്പർ 1, പിണ്ണാക്ക വീട്ടിൽ പെണ്ണമ്മ. വരൂ, ഇരിക്കൂ. പേരെങ്ങനെയായിരുന്നു? പിണ്ണാക്ക വീട്ടിൽ പെണ്ണമ്മ. ഓക്കെ. വയസ്സ് എത്രയാണ്? എനിക്കൊരു 60-61 കാണും ഡോക്ടറെ, ഓർമ്മയില്ല, വയസ്സായില്ലേ. ഓക്കെ, എന്താണ് ബുദ്ധിമുട്ട് പറഞ്ഞോളൂ. ഞാനുണ്ടല്ലോ പത്തനംതിട്ട ഒരു വലിയ സഭയിലെ പ്രമുഖ സഭാംഗമാണ്. എനിക്ക് എപ്പോഴും സാക്ഷ്യം പറയാനായിട്ട് ഭയങ്കര ഒരു ത്വരയാണ്. അപ്പോൾ ആ സാക്ഷ്യം പറയാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ പെട്ടെന്നങ്ങ് ഇരിക്കാൻ തോന്നും. പക്ഷേ അങ്ങ് സാക്ഷ്യം തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കങ്ങ് നിർത്താൻ പറ്റത്തില്ല, സ്ഥലകാലബോധം നഷ്ടപ്പെടും. അപ്പോൾ അതിന് എന്താണ് ഒരു പ്രതിവിധി ഡോക്ടറെ? സാക്ഷ്യം പറയാന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം എത്ര സമയമെങ്കിലും എടുക്കുമായിരിക്കും? ഒരു 20, 25, 30 അങ്ങനെ നീണ്ടുപോകും. കാരണം ഒരാഴ്ചത്തെ കാര്യങ്ങൾ മുഴുവൻ പറയണമല്ലോ. അച്ചായന് എണ്ണ തേച്ചതും ഷൂസ് വാങ്ങിച്ചു കൊടുത്തതും സോക്സ് ഇടിക്കുന്നതും കുഞ്ഞുങ്ങളെ നോക്കുന്നതും കിണറ്റിൽ വെള്ളം കോരാൻ പോയ കാര്യവും അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി വന്ന് വർത്താനം പറയാൻ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ അതങ്ങ് പറഞ്ഞ് നിർത്തണമെന്ന് ആഗ്രഹം, പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. ഇതൊരു മനോരോഗമാണോ ഡോക്ടറെ? ഇത് മനോരോഗമൊന്നുമല്ല, പക്ഷേ ഇത് സീരിയസ് ആയിട്ട് നോക്കേണ്ട നമ്മളെ സഭാ പാസ്റ്റർമാർക്കെല്ലാം ഒരു തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരു പകർച്ചവ്യാധിയായ ഒരു അസുഖമാണ്. അപ്പോൾ നമ്മൾ പാസ്റ്ററിനെയും ബാക്കി സഭാവിശ്വാസികളെയും ക്രമീകരിച്ചിട്ട് ഇതിനകത്ത് പ്രത്യേക മെഡിസിൻ എടുക്കേണ്ടതാണ്. ഇതിന് നമ്മൾ മെഡിക്കൽ സയൻസിൽ പറയുന്നത് സാക്ഷിമാനിയ എന്നാണ്. ഇതൊരു പ്രത്യേകത, സാക്ഷിമാനിയ എന്നാണ് ഈ അസുഖത്തിന് പറയുന്നത്. ഇതിന് നമുക്ക് ഞാനൊരു മെഡിസിൻ കുറിച്ച് തരാം. ഇത് ഗിലിയാദ് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അച്ചടക്കത്തിൻ്റെയും ഒരു ടാബ്ലറ്റ്, അച്ചടക്കത്തിൻ്റെ ടാബ്ലറ്റ് ഞാൻ എഴുതിയേക്കാം. അച്ചടക്കത്തിൻ്റെ ടാബ്ലറ്റ് ഇത് എല്ലാ ഞായറാഴ്ചയും വരുമ്പം രാവിലെ 1 വീതം കഴിക്കുക കേട്ടോ. കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ 2 എണ്ണം കഴിച്ചോ, കുഴപ്പമില്ല, ഓവർ ഡോസ് ഒന്നും ആവില്ല. അതിൻ്റെ കൂടെ സാമാന്യ മര്യാദയുടെ സിറപ്പ് ഇത് കഴിക്കണം കേട്ടോ. അപ്പം അപ്പോഴുണ്ടല്ലോ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ പാസ്റ്റർ ഉണ്ടല്ലോ ഭയങ്കര സ്ട്രിക്റ്റാ. അപ്പം ഞങ്ങൾക്ക് ഈ ആരാധനയുടെ ഇടയിൽ ഇറങ്ങി പോകാനൊക്കെ ഭയങ്കര പാടല്ലേ. അപ്പം ഞാൻ അത് പറയാൻ പറ്റുമോ? ഇത് കറക്റ്റായിട്ട് ആ സിറപ്പ് കുറച്ചും കൂടി എഫക്റ്റീവ് ആവണമെങ്കിൽ നമ്മളെ കറക്റ്റ് നമ്മളെ സാക്ഷ്യത്തിന് ഒരു അരമണിക്കൂർ മുന്നേ കുടിക്കുന്നതാണ് കുറച്ചും കൂടി എഫക്റ്റ്. എന്നാൽ വല്ല ആ ഒരു അതിൻ്റെ എഫക്റ്റ് ഉള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. പക്ഷേ പോവാൻ ബുദ്ധിമുട്ടാണ് അല്ലേ, പുറത്തേക്ക് ഇറങ്ങാൻ. പാസ്റ്റർ സ്ട്രിക്റ്റ് ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും നമ്മൾ? ഞായറാഴ്ചയിലാണല്ലോ. അതാണ്. ഒന്നൊരു കാര്യം ചെയ്താൽ മതി. നമ്മളെ അടുത്തിരിക്കുന്ന സിസ്റ്ററിൻ്റെ പേരെന്താ? ശാന്തമാൻറ്റി. അപ്പം ശാന്തമാൻറ്റിൻ്റെ അടുത്ത് തന്നെ ഇരിക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് ശാന്തമാൻറ്റിനോട് നമ്മൾ ഈ സാക്ഷ്യം പറയുന്ന സമയത്ത് അഥവാ കൂടി പോണവർക്ക് മനസ്സിലാവുമല്ലോ, മനസ്സിലാവുന്ന സമയത്ത് ജസ്റ്റ് ആ സാരി തുമ്പയിൽ ഒന്ന് വലിക്കാൻ വേണ്ടി പറയുക. വലിക്കാൻ നേരത്തെ മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവിടെ കൊയർ നോക്കുന്ന ആരാ? ജോസച്ചനോട് ഒരു കോഡ് അങ്ങോട്ട് പിടിക്കാൻ പറഞ്ഞാൽ ആ കോഡ് പിടിക്കുമ്പം ഇതുപോലെ അങ്ങ് പിടിക്കുമ്പോൾ അങ്ങ് നിർത്തിയാൽ മതി. മനസ്സിലായോ? ഓക്കെ. മരുന്ന് ദിവസം മരുന്ന് കഴിക്കാൻ മറന്നു പോരുത്. കാരണം ഇത് മരുന്ന് വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. അയ്യോ, വരണ്ട, ഇത് കഴിച്ചാൽ മതി, എല്ലാം ശരിയായിക്കോളും. ഓക്കെ സിസ്റ്ററെ, അടുത്ത പേഷ്യന്റിനെ വിളിച്ചോളൂ. ടോക്കൺ നമ്പർ 2, പുല്ലിമേടിയിൽ പൗലാച്ചൻ.
ഡോക്ടറെ നമസ്കാരം. ആ ആ ഡോക്ടറെ ദൈവം അനുഗ്രഹിക്കും കേട്ടോ. ഓ ഞാൻ പേരെന്താണ്? പേര് എൻ്റെ പേര് ഞാനിപ്പോൾ എല്ലാവരോടും പറയുന്നത് പുലിമേട്ടിൽ പോൾസൺ എന്നാ, പക്ഷെ എൻ്റെ ശരിക്കുള്ള പേര് പൗലോച്ചൻ എന്നാ. ഒരു ഗുമ്മ വരാൻ വേണ്ടി ഞാൻ അങ്ങനെ അങ്ങ് പറയാണ്. എനിക്ക് അതല്ല പ്രശ്നം. അയ്യോ, വയസ്സ് എനിക്ക് ഞാൻ കൃത്യം പറയാറില്ല, എങ്കിലും ഡോക്ടറോട് പറയും 64 വയസ്സായി. എന്താണ് ബുദ്ധിമുട്ട്? എനിക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാലേ, എനിക്ക് ഈ ആൾക്കാരെ എന്നെ അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. ആൾക്കാരെ എനിക്കെന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ് പറയുന്നത്. ഡോക്ടർ നോക്കിയിട്ട് എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? കണ്ടിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഹൈറ്റും ഉണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്. എനിക്കും അങ്ങനെയാ തോന്നുന്നത്, കുഴപ്പമായിട്ട് ഒന്നും തോന്നുന്നില്ല. പക്ഷെ എനിക്ക് ആൾക്കാർ പറയുന്നതേ, ഈ ദശാംശം പിരിവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം ഞാൻ ശരിയായിട്ട് അതങ്ങോട്ട് സഹകരിക്കുന്നില്ല. ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കൊടുക്കുന്നത് കുറവാണെന്ന് അവർക്ക് തോന്നുക. പക്ഷെ ഞാൻ ധാരാളം കൊടുക്കുന്നത് കേട്ടോ ഡോക്ടറെ. പക്ഷെ അവർക്ക് അങ്ങനെ അങ്ങ് തോന്നിപ്പോവാ. പിന്നെ സഭയിൽ ഇങ്ങനെ ദശാംശത്തിൻ്റെ കാര്യമൊക്കെ പാസ്റ്റർമാർ പറയുമ്പോഴേ എനിക്ക് പെട്ടെന്ന് അകത്തൊരു എന്താ അകത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഗ്യാസ് അങ്ങോട്ട് പൊങ്ങി വരും. പിന്നെ ഇരിക്കാൻ മേല, സഭ ഇരിക്കാൻ തോന്നുന്നില്ല, ഞാൻ ഇറങ്ങി പുറത്തേക്ക് പോകും. അത് ആൾക്കാർ കളിയാക്കട്ടെ. അപ്പം എങ്ങനെയാ നമ്മളെ ജോലിയൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് അങ്ങനെ വലിയ ജോലി, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ ഗൾഫിലായിരുന്നു കുറെ നാളെ, അവിടെ വളരെ കഷ്ടപ്പെട്ടു. ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പൊ നാട്ടിലേക്ക് വന്ന ഇപ്പൊ ശമ്പളമൊന്നുമില്ല. അന്ന് കഷ്ടപ്പെട്ട് ജീവിച്ചു. ഭാര്യ ടീച്ചറായി, അവള് ഈ ഹയർ സെക്കൻഡറി ടീച്ചറായിരുന്നു. അവളും റിട്ടയർ ആയി, ശമ്പളം ഇല്ല, പെൻഷൻ കൊണ്ടാണ് കഴിയുന്നത്. ഞങ്ങളും പിന്നെ ഞാനും ബാങ്കിൽ കിട്ടുന്ന പൈസ കൊണ്ട് കഷ്ടപ്പെട്ട് കഴിയുക. പിള്ളേർ 2 പേരുണ്ട്, അവര് അമേരിക്കയില, വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ കഴിയുന്നവര്. അങ്ങനെയാ കഴിയുന്നത്, ദാരിദ്ര്യം മാറുന്നില്ല. വീട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു വീട് ആദ്യം ഒരു 2 നില വീട് ഉണ്ടാക്കി, പിന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഒരു 2 നില വീടും കൂടെ പോണത്. മൊത്തം 2 നില വീട് വളരെ കഷ്ടപ്പെടും ഡോക്ടറെ. ഇത്രയും ദാരിദ്ര്യത്തിലാണ്. അതെ, എന്നെ സമ്മതിക്കണ്ട, ഇത്ര ദാരിദ്ര്യത്തിൽ നിന്ന് ഞാൻ ഇത്രയും ഒക്കെ ഒപ്പിച്ചില്ലേ ഡോക്ടറെ. അതിനകത്താണ് ഇവര് പിന്നെ വണ്ടികൾ അങ്ങനെ 2 വീടുള്ളതുകൊണ്ട്, പിന്നെ എനിക്ക് 2 വണ്ടി, 2 വീടുള്ളതുകൊണ്ട് 2 കാറ്. ആദ്യം ഞാൻ വാങ്ങിയ കാറ് ചെറുതായി പോയി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ ഒരു വലിയ കാറുടെ മേടിച്ചു. പിന്നെ ഇതൊക്കെ എങ്ങനെ കൊണ്ടുനടക്കും ഡോക്ടറെ? പെട്രോൾ അടിക്കണക്ക് പെട്രോളിനൊക്കെ എന്താ വില? ഒരു ഫുൾ ടാങ്ക് അടിച്ചാലേ എന്നാ ഓടാൻ ആകെ 100 കിലോമീറ്റർ റോഡ്, അത്രേ ഉള്ളൂ. എങ്ങനെ മനുഷ്യൻ ജീവിക്കും ഡോക്ടർ തന്നെ പറ. അതുകൊണ്ടാണ് ഞാൻ ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നത്. എൻ്റെ പൊന്ന് പൗലോസ്യ, നമ്മളെ ഇത് ഇത്രയൊക്കെ ദൈവം മാനിച്ചല്ലോ. ഇത്രയൊക്കെ പറയുമ്പം ഇത്രയും ദൈവം അനുഗ്രഹിച്ച് ഇത്രയും സാമ്പത്തികം എല്ലാം തന്ന് ഇത്രയും നല്ല നിലവാരത്തിൽ ദൈവം വന്നു. ഒന്നില്ലായ്മ ദൈവം ഇത്രയും വളർത്തി വലുതാക്കിയിട്ടും നമ്മളിങ്ങനെ പറയുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇതിന് നമ്മുടെ ഡയഗ്നോസിസ് ഇതിനെന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു മെഡിക്കലിൽ ഇതിന് പറയുന്നത് ലുബ്ദിലോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണിത്. നോക്കി ശ്രമിച്ചില്ലെങ്കിൽ എല്ലാം പോകും, നിത്യത അടക്കം. അങ്ങനത്തെ വലിയ കുറേ നാളത്തേക്കുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനെ എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കേണ്ടതാണ്. ഇതിനെ നമ്മൾ ദൈവവചന പ്രകാരം നോക്കുകയാണെങ്കിൽ 2 കൊരിന്ത്യർ 9:6-7 പറഞ്ഞ ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. പിന്നെ വചനം വായിക്കണം, വചനം വായിക്കാണ്ട് ഇതെല്ലാം ഇങ്ങനെ മനസ്സിലാകുന്നേ കേട്ടോ. അതുകൂടെ തന്നെ മലാക്കി 3:10 പറഞ്ഞു, നിങ്ങൾ കൊടുക്കുന്നതിനെ പരീക്ഷ കൊള്ളുവെന്ന് ദൈവം തന്നെ പറയുന്നുണ്ട്. അപ്പം കൊടുക്കുന്നതിൽ ദൈവത്തെ പേര് പറഞ്ഞല്ലോ, എന്തോ ഒരു പേര്, എന്താ മലാക്കി. അതാണ് നമ്മളെ ഉൽപ്പത്തി തൊട്ട് വാങ്ങി അവസാനം നോക്കണം. അത് 2 അട്ട ഇങ്ങനെ ഒട്ടി നിന്നാലേ അപ്പുറത്തേക്കുള്ള നേരെ ആദ്യം മത്തായിലോട്ട് പോകും. മലാക്കി എന്നൊരു പുസ്തകം കിടക്കുന്നുണ്ട്. അത് ഒന്ന് വിടർത്തി എടുക്കണം കേട്ടോ. വചനം എടുത്തിട്ട് അപ്പം തന്നെ ഒന്ന് നോക്കുക കേട്ടോ, പ്രത്യേകം എടുക്കണം. നമ്മളെ ദൈവവചനാണല്ലോ പിന്നെ നമ്മൾ കേട്ട പോലെ ഏറ്റവും വലിയ നമ്മളുടെ അടിസ്ഥാനം. അത് വായിച്ചാലേ ഇതിനകത്തൊക്കെ ഒരു പുരോഗതി ഉണ്ടാവുള്ളൂ. ഈ അസുഖത്തിൽ നിന്ന് ഒരു മോചനം വേണമെങ്കിൽ ഈ കാര്യത്തിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ മരുന്ന് കുറിച്ച് തരാം. ഇതും കൂടി ഈ വചനം ഞാൻ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഈ വചനം ദിവസവും സഭായോഗത്തിനും അല്ലാതെ മീറ്റിങ്ങിനൊക്കെ വരാൻ നേരത്ത് ഒരു 10 പ്രാവശ്യം വായിച്ചിട്ട് ദേവസാന്നിധ്യം വന്നിരിക്കുക കേട്ടോ. ഡോക്ടർ താങ്ക് യു. ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ ജീവിക്കാൻ ശ്രമിക്കാം, വചനം വായിക്കാം. പിന്നെ എൻ്റെ ഒരു സംശയം വെച്ചാൽ ഈ ദശാംശവും പിരിവൊക്കെ ഇങ്ങനെ അങ്ങ് തോന്നിമാതിരി കൊടുത്താലേ പിന്നെ ഞാൻ മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നത്? അത് നമ്മളെ പറയുന്നത് ബൈബിളിലൊരു കഥയുണ്ട്. നമ്മളെ വിധവയായൊരു സ്ത്രീയുടെ, അതായത് 2 വെള്ളിക്കാശ് ദാരിദ്ര്യയായൊരു സ്ത്രീ
ഉള്ളതെല്ലാം വാരി കൊടുത്തു. അപ്പം നമ്മൾ ബൈബിൾ പ്രകാരം കൊടുത്ത് 1/10 കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ കൊടുത്തു വെച്ചാൽ ദൈവം അനുഗ്രഹിക്കാണ്ടിരിക്കാൻ അതിൻ്റെ ഇരട്ടി ഞാൻ പരീക്ഷിച്ചു കൊള്ളുമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഇരട്ടി കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ കൊടുക്കുന്നതിനകത്ത് കുറവുണ്ടായാലും അത് നമ്മൾ തീർത്തും 10% കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ, അതായത് മുഴുവൻ ആ സ്ത്രീ പറഞ്ഞ് കൊടുത്താൽ വിധവയ സ്ത്രീനെ പോലെ മുഴുവൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കിട്ടുന്നതിനെ മാക്സിമം കൊടുക്കുക എന്ന് വെച്ചാൽ എന്തായാലും ദൈവം അനുഗ്രഹിക്കും. ശരിക്കും ഇതൊന്ന് ഓക്കെ. താങ്ക് യു. ഓക്കെ സിസ്റ്ററെ, അടുത്ത പേഷ്യൻ്റെ വിളിച്ചോളൂ. ഹലോ, അതെ, എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യോ. മറക്കണ്ട, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, എന്നിട്ട് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണേ. ശരി, ഞാൻ പിന്നെ വിളിക്കുക, ഡോക്ടറിനെ കാണാൻ വേണ്ടി നോക്കുക. ഓക്കെ, ബൈ. ടോക്കൺ നമ്പർ 3 കിണറ്റുകരയിൽ കത്രീന. ഓക്കെ, ഇരുന്നോളൂ. പേരെന്താണെന്ന് പറഞ്ഞേ? കത്രീന. ഓക്കെ. ഈ വീട്ടുപേര് സ്വന്തം കുറേ നാളായിട്ട് വർഷങ്ങളായിട്ടുള്ളതാണ്? അതെയാണല്ലേ. ഓക്കെ, കൊള്ളാം. ഓക്കെ. അപ്പം എന്താണ് ബുദ്ധിമുട്ട്? വയസ്സ് എത്രയാന്ന് പറഞ്ഞോളൂ. 49. ഓക്കെ, പറഞ്ഞോളൂ, എന്താണ് പ്രശ്നം? ഡോക്ടർ, അപ്പം എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മീറ്റിങ്ങിനും പ്രയറിനൊന്നും പോകാൻ തോന്നാറില്ല. എന്തോ ഒരു ശക്തി പിന്നിൽ നിന്ന് വലിക്കുന്ന പോലെ. ശക്തി പിന്നിൽ നിന്ന് വലിക്കുന്നു അല്ലേ? ഓക്കെ. ഇത് നമ്മൾ ഈ ഫോണും TV ഒക്കെ അത്യാവശ്യം കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണോ? അതെ, അത് ഡോക്ടർക്ക് എങ്ങനെ മനസ്സിലായി? അതാണ്, നമ്മൾ ഈ രോഗികളെ എപ്പോഴും കാണുന്ന ആൾക്കാരാണല്ലോ. നമ്മൾ മെയിനായിട്ട് ഈ പേഷ്യൻസ് ഇപ്പോൾ കൂടുതൽ കൂടി വരുന്നതാണ്. കാരണം ഈ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തന്നെയാണ് ഇതിന് മെയിൻ കാരണം. ഇതിന് മെഡിക്കൽ സയൻസിൽ പറയുന്ന കണ്ണിടർച്ചിയ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. കണ്ണിടർച്ചിയ ഇത് ചെറുപ്പക്കാരിലാണ് കൂടുതലും കണ്ടുവരുന്നത്. ഇപ്പം കൂടി പ്രായഭേദ വ്യത്യാസം 40, 50, 90 വയസ്സ് വരെ നീണ്ടുപോയിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇത് മാത്രമല്ല, സഭായോഗത്തിനടക്കം ഇതുപോലെ ഞോണ്ടിക്കൊണ്ടിരിക്കുന്ന കുറേ പേര് കണ്ടുവരുന്നുണ്ട്, വാട്സപ്പും ആവശ്യമില്ലാതെ. അപ്പം ഇതിന് നമുക്ക് എന്താണ് പരിഹാരം എന്ന് വെച്ചാൽ, സങ്കീർത്തനം 34:5 ഉണ്ട്. ആ വചനം ഞാൻ കുറിച്ച് തരാം. സങ്കീർത്തനം 34:5 അതിൽ പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അപ്പം അവങ്കിലേക്ക് നോക്കണം. ഈ മൊബൈലിൽ മാത്രം നോക്കിയിരുന്നാൽ അവങ്കിലേക്ക് നോക്കാൻ പറ്റില്ല. അപ്പം ഇനി കൂടുതൽ ഇതിനകത്തുള്ള ഒരു പെട്ടെന്ന് മാറ്റിയെടുക്കാൻ ഇതൊരു അഡിക്ഷൻ ആയതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ പഴയ റീൽസും വീഡിയോസ് എല്ലാം ദൈവവചന അടിസ്ഥാനത്തിലും മുന്നോട്ടുള്ള നമ്മളുടെ വിശദീകരണത്തിന് ദൈവത്തിൻ്റെ 2ാം വരവിനും കൂടുതൽ മീറ്റിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം ഓൺലൈനിൽ ചെയ്യാൻ നോക്കുക. അങ്ങനെ ഭക്തിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഈ വചന അടിസ്ഥാനത്തിൽ വെച്ചിട്ട് അവങ്കിലേക്ക് നോക്കി ആ പ്രകാശം നോക്കി പ്രാർത്ഥിക്കുക ദിവസം രാവിലെ. കേട്ടോ, വേറെ ഒരു വഴിയില്ല എൻ്റെ പൊന്നു സിസ്റ്റർ. ഇത് ചെയ്ത് നോക്കിയാലേ ഒരു രക്ഷയുള്ളൂ. കേട്ടോ, ഞാൻ ഈ എഴുതി തന്നേക്കാം ഈ വചനം. അതുപോലെ തന്നെ ഈ പ്രാർത്ഥിക്കാനേക്ക് പോകുന്നതിന് മുന്നേ ഇത് ഇരുന്നിട്ട് ഏഷ്യൻ രക്തം ചെയ്യാം എന്ന ഈ എക്സസൈസും ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥനയുടെ മീറ്റിങ്ങിന് പോകുന്നതിന് 1 മണിക്കൂർ മുന്നേ പറഞ്ഞു തുടങ്ങാം. അപ്പം എല്ലാ കെട്ടുകളും അഴിഞ്ഞോളും. കേട്ടോ, ഓക്കെ. താങ്ക് യു. അടുത്ത പേഷ്യനെ വിളിച്ചോളൂ സിസ്റ്ററെ. ഹലോ സിസ്റ്ററെ, ആ ഫോണൊന്ന് മാറ്റി വെച്ച് സിസ്റ്ററെ. നമ്മൾ ആ പേഷ്യനെ കുറിച്ചാണ് സിസ്റ്റർ. ഹലോ പെണ്ണമ്മേ, നീ അറിഞ്ഞോ നമ്മുടെ അടുത്ത വീട്ടിലെ കുഞ്ഞനാമ്മയുടെ വിഷയം നീ അറിഞ്ഞോടി? എന്താ അറിഞ്ഞില്ലല്ലോ. അവിടെ മോനെ ദുബായി പോയിട്ട് ഒരു ജോലിയും കിട്ടിയില്ല, അവൾ തിരിച്ചു വന്നിരിക്കുന്നു. നീ അറിഞ്ഞില്ലേ അത്? ഏതായാലും അവിടെ അഹങ്കാരം ഒന്ന് കുറഞ്ഞിട്ട് തന്നെ കാര്യം കേട്ടോ. അവളുടെ മോളുടെ നടത്തം കണ്ടാൽ തോന്നുന്നു അവളൊരു വലിയ ഐശ്വര്യറായാന്ന്. അതെ, ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ഇരിക്കുക. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഇത് കഴിഞ്ഞ് വിളിക്കണേ. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. ടോക്കൺ നമ്പർ 4 പറക്ക വീട്ടിൽ പൊന്നമ്മ. ടോക്കൺ നമ്പർ 4 അല്ലേ? ടോക്കൺ നമ്പർ 4. ഓക്കെ. ഇരിക്കൂ സിസ്റ്റർ. ഓക്കെ, പേരെന്തായിരുന്നു? എൻ്റെ പേര് പൗലീൻ. പൊന്നമ്മ എന്നാണല്ലോ എൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അത് പണ്ടായിരുന്നു പൊന്നമ്മ എന്ന് പേര്. ഇപ്പം എൻ്റെ പേര് പൗലീൻ. ഓക്കെ. വയസ്സ് എത്രയായിരുന്നു? വയസ്സ് 43. ഓക്കെ. എന്താ പ്രശ്നം, പറഞ്ഞോളൂ. അതായത് പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരുന്നതിന് മുന്നേ ഞങ്ങൾ അവിടെ ആ കവലയിലൊരു വീട്ടിൽ ഞങ്ങൾ സഹോദരിമാരെല്ലാവരും കൂടെ കൂടും. അപ്പം ചർച്ചിലുള്ള ആൾക്കാരുടെ 1-2 കുറ്റമൊക്കെ ഞങ്ങൾ പറഞ്ഞ് അവിടെ കൂടിയിരിക്കുന്നത്. കുറ്റം പറയാനും കേൾക്കാനും എനിക്കിങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. പിന്നെ ഉണ്ടല്ലോ ഡോക്ടറെ, ഞാൻ കയറി വരുമ്പം ഇവിടുത്തെ നേഴ്സും അറ്റൻഡറും കൂടെ ലിഫ്റ്റിൽ നിന്നുകൊണ്ട് ഡോക്ടറിൻ്റെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. ഡോക്ടർ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ കുറ്റമായിട്ടൊന്നും പറഞ്ഞല്ല കേട്ടോ. അപ്പം വീട്ടിൽ ഞങ്ങളിങ്ങനെ കൂടിയിരുന്ന് കുറ്റമൊക്കെ പറയും.
അങ്ങനെ 2-3 കുറ്റം പറഞ്ഞില്ല എനിക്ക് രാത്രി ഉറക്കം വരത്തില്ല. ഓ, അങ്ങനെ ഉറക്കക്കുറവ് ഉണ്ടാവാറുണ്ട്. ഓക്കെ ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ മഴയൊക്കെ ആണെങ്കിലും ഞങ്ങൾ വാട്സാപ്പിൽ വീഡിയോ കോളിലൊക്കെ കൂടി സംസാരിക്കും. ഭർത്താവും മക്കളും പറയുന്നത് എനിക്കെന്തോ രോഗമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ ഡോക്ടറെ? ഇതിന് സിസ്റ്ററിൻ്റെ വയസ്സ് എത്രയാണെന്ന് പറഞ്ഞേ? 43 അല്ലേ? ഓക്കെ. ഇത് നമുക്ക് മെഡിക്കൽ സയൻസിൽ ഇപ്പം ഈ അസുഖത്തിന് സത്യം പറഞ്ഞാൽ ഇനിയും പരിഹാരം കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇതൊരു വൈറസാണ്. പ്രത്യേകിച്ച് വൈറസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ എന്ന് പറയുന്നത് പരകി കോവിഡിൻ്റെ 5 ഇരട്ടി മടങ്ങ് ശക്തിയുള്ള പ്രശ്നമാണ്. അപ്പം ഇത് ഇപ്പോഴേ ചെയ്തില്ലെങ്കിൽ ഇത് ശരീര ആസകലം തീർന്നു പോകും കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇതിന് മെഡിക്കൽ സയൻസിൽ പറയുന്നത് പരദൂഷണോ പരിണാമി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പേര് മറന്നു പോകണ്ട, കാരണം അടുത്ത പ്രാവശ്യം അതും കൂടി പറഞ്ഞു കൊടുക്കുമല്ലോ മറ്റുള്ളവരുടെ കേട്ടോ. ഓക്കെ. അപ്പം പരദൂഷണോ പരിണാമി എന്ന ഈ അസുഖത്തിന് മെഡിക്കൽ സയൻസിലില്ലാത്തതുകൊണ്ട് ദേവചനത്തിൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് വചനപ്രകാരം നോക്കുകയാണെങ്കിൽ ഫിലിപ്പിയർ 2:4 പറഞ്ഞു, ഒരുത്തൻ മറ്റൊരുത്തവനെ തന്നേക്കാൾ ശ്രേഷ്ഠം നേടുകൊള്ളും, മറ്റുള്ളവൻ്റെ ഗുണം കൂടെ എണ്ണണം എന്ന് പറയുന്നത്. അതുകൂടെ കൊലോസ്യർ 2:6 പറയുന്നത്, ഓരോരുത്തനോട് നിങ്ങൾ ഉത്തരം പറയുമ്പോൾ അറിയേണ്ടത് നിങ്ങളുടെ സംസാരം എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചിയുള്ളതാണ്. ഉപ്പിനാൽ രുചി മനസ്സിലായോ? അപ്പം നമ്മളുടെ സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാകണം കേട്ടോ. അതുപോലെ മാത്രമല്ല നമ്മൾ അയൽക്കാരനെ നമ്മളെപ്പോലെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുടെ കുറ്റം ഒരിക്കലും നമ്മൾ മറ്റുള്ളവരോട് പറയില്ലല്ലോ. ഇതിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു കാര്യം നമ്മൾ പറയുന്നതിന് മുന്നേ നമ്മളെ തന്നെ ഒന്ന് വിവേചിക്കാൻ നോക്കുക. അപ്പോൾ ദിവസം രാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ നമ്മളുടെ കൂട്ടായ്മയ്ക്ക് നമ്മളുടെ ആ സ്പെഷ്യൽ കൂട്ടായ്മ, ആ കൂട്ടായ്മയ്ക്ക് പോകുന്നതിന് മുന്നേ യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ, സൗഖ്യം എന്നൊക്കെ പറഞ്ഞ് ഇതങ്ങോട്ട് പറഞ്ഞ് ഈ വചനം പറഞ്ഞങ്ങ് ബലപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ വചനം ഞാൻ എഴുതിയിട്ടുണ്ട്, ഇതും കൂടി ഒന്ന് പറഞ്ഞിട്ട് ആ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് എന്തേലും പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർ ഇനി വിളിക്കില്ല, ഞാനും പ്രാർത്ഥിച്ചേക്കാം, ഇനി അവർ വിളിക്കത്തില്ല ഒരു കാരണവശാലും കേട്ടോ. ധൈര്യമായിട്ട് പോകും സിസ്റ്റർ കേട്ടോ. ശരി ഡോക്ടർ. ഓക്കെ ഓക്കെ ശരി. അടുത്ത വിളിക്കട്ടെ? അടുത്ത വിളിച്ചോളൂ. ഈ ഡോക്ടർക്ക് ഒന്നും അറിയത്തില്ല, എനിക്ക് ആന്റിബയോട്ടിക് ഒന്നും തന്നില്ല. ഓ സ്വോത്രം. ടോക്കൺ നമ്പർ 5 തൊട്ടുകുരയിൽ തോമാച്ചൻ. എടാ ഉവേ പാപ്പത്ത, നീ പശുവിനെ കറന്നോ? ആ തേങ്ങ ഒക്കെ പെറുക്കി കിട്ടോ? എടാ ഉവേ, ഞാൻ ആ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിരിക്കുക, അത് കഴിഞ്ഞ് ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ. ഈ ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റ് ഒന്ന് ഒരിക്കുക. ഓക്കെ, ഇരുന്നോളൂ കേട്ടോ. ഇരുന്നോളൂ. ഓക്കെ. പേരെന്തായിരുന്നു? തോമസ് എന്നാണ് ഡോക്ടർ. തോമസ്. തൊമ്മിച്ചെന്നാണല്ലോ അതിൻ്റെ അത് പേരിട്ടേക്കുന്നത്. മാറ്റി ഓക്കെ ഓക്കെ ഓക്കെ. സിസ്റ്റർ നോട്ട് ചെയ്തേക്കണേ. ശരി. ശ്രദ്ധിച്ചില്ല അവര്. പ്രായം 46 കഴിഞ്ഞിട്ടുണ്ട്. എന്താ പ്രശ്നം പറഞ്ഞു? എൻ്റെ ഡോക്ടർ, എനിക്ക് ഈ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ മീറ്റിങ്ങിനൊക്കെ വരുമ്പോഴത്തേനും വയറ്റിൽ നിന്ന് ഭയങ്കര ഉരുണ്ട് കയറ്റം, ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടാവുക, പല വിഷയങ്ങളൊക്കെ ഉണ്ടാവുക. ഇതൊരു രോഗമാണോ ഡോക്ടർ? ഓക്കെ ഓക്കെ. അതായത് ഈ വചനം കേൾക്കുമ്പോഴാണോ കൂടുതൽ പുളിച്ച് കയറ്റം പോലെ? ഓക്കെ. ഇതിന് നമുക്ക് കൊളുത്തിപ്പീഡിയ എന്നാണ് ഈ അസുഖത്തിന് നമ്മൾ പറഞ്ഞത്. കൊളുത്തിപ്പീഡിയ അതായത് വചനം എന്ന ഇരുവായത്തുള്ള വാള് നമ്മളെങ്ങനെ മേത്തോട്ട് കൊള്ളുമ്പം അതൊന്ന് കൊളുത്തും, അതാണ് കൊളുത്തിപ്പീഡിയ എന്നാണ് അസുഖമാണ് ഇത്. ഇതും കൂടുതലും ബിസിനസ് ചെയ്യുന്നതും അങ്ങനെയുള്ള ആൾക്കാരുടെ അല്ല ചോദിക്കാൻ വിട്ടുപോയി. എങ്ങനെയാണ് ഇപ്പോൾ ബിസിനസ്? എന്തിൻ്റെ ബിസിനസ്? എൻ്റെ ഡോക്ടർ എൻ്റെ പൊന്നിച്ചായ കട്ട് ചെയ്തോ? ഡോക്ടറുടെ അടുത്തും പാസ്റ്ററുടെ അടുത്തും ഇതിലെ സഭായോഗത്തിന് വരാൻ നേരത്തെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എൻ്റെ പൊന്നിച്ചായ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ അസുഖം പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, കൊളുത്തിപ്പീഡിയ എന്നാണ് ഈ അസുഖത്തിന്റെ പേര് കേട്ടോ. ഈ അസുഖത്തിന് നമുക്ക് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, വചനമെന്ന മായമില്ലാത്ത പാൽ കേട്ടോ. ആ വചനമെന്ന മായമില്ലാത്ത പാലും അഭിഷേക തൈലും. അത് പറയാനിരിക്കട്ടെ, നമ്മളെ ഈ സഭായത്തിനൊക്കെ ഇരിക്കുമ്പം നേരെ ചൊവ്വേ തന്നെയാണോ ഇരിക്കുന്നത്? എൻ്റെ ഡോക്ടറെ, എൻ്റെ കാർന്നവന്മാർ കണ്ടിട്ട് കുറച്ചൊരു 10 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്, 10 ഏക്കർ ജാതിത്തോട്ടമുണ്ട്, കുറച്ച് മീൻ ഫാമൊക്കെ ഉണ്ട്, കുറച്ച് പശുക്കളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ ഇട്ടേച്ച് ഇവിടെ വരുമ്പോൾ നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാകാതെ ഇരിക്കുമോ?
അതിൻ്റെ ഒരു ടെൻഷൻ എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അതാണ് പ്രശ്നം. നമ്മൾ ഇതെല്ലാം കർത്താവ് തന്നെയല്ലേ, പിന്നെ ഇതിൻ്റെ പുറകെ റബ്ബർ തോട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നിത്യത നഷ്ടമാകും. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചെയ്യേണ്ട, എല്ലാം കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക. വേറൊരു കാര്യം, അഭിഷേക തൈലം പറഞ്ഞല്ലോ. അപ്പം ഈ സ്ഥലത്തിൻ്റെ കാര്യം, ബാക്കി കാര്യങ്ങൾ എന്താ, ഈ അഭിഷേക തൈലം ഒന്നും തലയിൽ ഉണ്ടാവില്ല, അത് തേച്ചാലും പിടിക്കത്തില്ല. അപ്പം അഭിഷേക തൈലം തലയിൽ പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം വെച്ചാൽ സമർപ്പണത്തോടെ ദൈവസന്നിധി വന്നിരിക്കണം കേട്ടോ. അതൊരു കാര്യം. പിന്നെ വചനമില്ലാത്ത പാല്, മായമില്ലാത്ത പാല്, വചനം മായമില്ലാത്ത പാല്, അത് ഡോക്ടറെ ഇപ്പം ഈ മായമില്ലാത്ത പാൽ എവിടെ കിട്ടാനാണ് ഡോക്ടറെ? ഇപ്പം എല്ലാവരും മേശപ്പുറത്ത് ഇട്ട് ഉണ്ടാക്കുന്ന പാലല്ലേ നമുക്ക് കിട്ടുന്നത്. പണ്ടൊക്കെയാണ് പശുവിനെ കറന്ന പാല് നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പം വചനത്തിൽ മായം ചേർത്താണല്ലോ അനേകർ തരുന്നത്. അത് കഴിക്കുമ്പോൾ നമുക്ക് വയറ്റിൽ പ്രശ്നം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ദൈവസന്നിധി വരാൻ നേരത്ത് ആര് പറയുന്നു, എന്തു പറയുന്നു, ആരാ ഏതാ എന്നൊന്നും നമ്മൾ അന്വേഷിക്കേണ്ടത്. വചനം കിട്ടുമ്പോൾ അത് നമ്മൾ അത് സ്വീകരിക്കാം. അതായത് പാലാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും മിൽമേന്നല്ല വാങ്ങുന്നത്. എല്ലാ ദിവസവും ഇപ്പം നോർത്ത് ഇന്ത്യയിൽ, അതല്ലേ നോർത്ത് ഇന്ത്യയിൽ നല്ല പാലെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് എല്ലാ ദിവസവും പാല് വരുത്തി നമുക്ക് കഴിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം എന്താ വെച്ചാൽ കിട്ടുന്ന വചനം ദൈവസന്നിധിയിൽ ആര് തന്നാലും അത് അങ്ങോട്ട് സ്വീകരിക്കുക കേട്ടോ. അപ്പം ഈ അടുത്ത നമ്മളെ കാൽവറി മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഈ മരുന്ന് വാങ്ങുക. അതിൻ്റെ കൂടെ തന്നെ ആ പാലും അഭിഷേക തൈലവും തലയിൽ തേച്ച് ആ പാല് കുടിച്ചിട്ട് ദൈവസന്നിധി പോയിരിക്കുക എല്ലാ മീറ്റിങ്ങിലും കേട്ടോ. ശ്രമിക്കാം. ശരി 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 ശരി, താങ്ക് യു. എടാ വാപ്പച്ചു, നീ എൻ്റെ പശുവിനെ കറന്നോ? ഞാൻ പാലെല്ലാം മറിച്ച് കളഞ്ഞോ? എത്ര ലക്ഷം രൂപയുടെ സാധനമാടാ നീ മറിച്ച് കളഞ്ഞത്? ഈ പുള്ളി ശരിയാവില്ല, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഡോക്ടറെ, അടുത്ത പേഷ്യൻ്റ് വിളിക്കട്ടെ? ആ വിളിച്ചോളൂ. ടോക്കൺ നമ്പർ 6, മലയ്ക്കപ്പറമ്പിൽ മരിയാമ്മ. സിസ്റ്റർ, എൻ്റെ OP ടൈം കഴിഞ്ഞല്ലോ, എനിക്ക് റൗണ്ട്സിന് പോകാനുള്ള സമയമായി. ഇനിയും ഈ പേഷ്യൻ്റ് അത് ഇപ്പോൾ കയറി വന്നിരിക്കുന്നത്? ഈ ഒരു പേഷ്യൻ്റ് കൂടി ഉള്ളൂ, വിട്ടോട്ടെ? വരൂ. അപ്പം എന്താ താമസിച്ചേ? എനിക്ക് റൗണ്ട്സിന് പോകാനുള്ള സമയമായല്ലോ, 11 മണിയായി. ഇനിയിപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ റൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യും? അയ്യോ, അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ ഡോക്ടറെ. ശരി. അപ്പം ഇത് ഈ ലേറ്റ് ആവുന്നത് നമ്മളുടെ ഈ ഇതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും പ്രാർത്ഥനകൾക്കും മാത്രമാണോ? ആ, പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും, ഞായറാഴ്ച സഭാരാധനയ്ക്ക് പോകുമ്പോഴും ഭയങ്കരമായിട്ട് ലേറ്റ് ആവുന്നു ഡോക്ടറെ. അല്ലാതെ ഇപ്പോൾ നമ്മൾ കല്യാണത്തിന് പോകുമോ അല്ലെങ്കിൽ ഹൗസ് വാമിങ് അങ്ങനെ ഫുഡ് അടിക്കാൻ പറ്റുന്ന എവിടെ പോകുമ്പോഴും കറക്റ്റ് സമയത്തിന് എത്തും. അത് കല്യാണം തുടങ്ങുന്ന മുന്നേ എത്തിയിരിക്കും. ഇതൊരു രോഗമാണോ ഡോക്ടറെ? ഇതും ഒരു വൈറസ് ആണ്. ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും താമസിച്ച് പിന്നെ പാസ്റ്ററും 2 വിശ്വാസികളും മാത്രമേ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് സഭായങ്ങളിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പം ഇതിന് മെഡിക്കൽ സയൻസിൽ പറയുന്ന വൈകി വരാലിയ എന്നാണ് പറഞ്ഞത്. വൈകി വരാലിയ എന്നുള്ള വൈറസിന്റെ ഒരു അസുഖമാണ്. സീരിയസ് ആയുള്ള ഒരു അസുഖമാണ്. ഇത് പ്രത്യേകം ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അതിന് നമുക്ക് ഒരു കാര്യമേ ഉള്ളൂ. നമ്മളുടെ ബദാനിയ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. ബദാനിയ മെഡിക്കൽ സ്റ്റോർ, അവിടെ ബദാനിയ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഉണർവിന്റെ ജീവൻ കമ്പനിയുടെ ഒരു പഫ് ഉണ്ട്. അത് ജീവന്റെ ഉണർവിന്റെ പഫ് നേരെ വെച്ച് 2 തവണ അടിക്കുക. രാവിലെ അടിക്കണം. കാരണം 9 മണി സമയത്തിന് 8:30 അടിച്ചിട്ട് കാര്യമില്ലല്ലോ. 8:30 അടിച്ചിട്ട് കാര്യമില്ല. രാവിലെ എഴുന്നേറ്റ് ഉടനെ അടിക്കണം. എന്നാലേ ഇത് പുതുജീവൻ പ്രാപിച്ചിട്ട് വരാൻ പറ്റുള്ളൂ. വെള്ളിയാഴ്ചയോ? എൻ്റെ സിസ്റ്റർ എല്ലാത്തിനും അടിക്കണം. ഇല്ലെങ്കിൽ ഒന്നിനും അടിച്ചിട്ടില്ലെങ്കിൽ എഫക്റ്റ് ഇല്ലാണ്ടാവും. എല്ലാത്തിനും അടിച്ച് വചന അടിസ്ഥാനത്തിൽ ഇതങ്ങ് വചനം വായിച്ചിട്ട് ഇത് പഫ് അങ്ങോട്ട് അടിക്കുക. ഉണർവിന്റെ പഫും അതിന് കൂടെ ആത്മീയ ഒരുക്കൽ എന്നുള്ള ഒരു ഇഞ്ചക്ഷൻ. സിസ്റ്ററെ, നമ്മൾ ആത്മീയ ഒരുക്കലിന്റെ ഇഞ്ചക്ഷൻ അതൊന്ന് റെഡിയാക്കി വെച്ചോട്ടോ പ്രൊസീജിയർ റൂമിൽ. ആ ഇഞ്ചക്ഷൻ ഒന്ന് അടിച്ചിട്ട് പോയാൽ മതി. കാരണം ഇല്ലെങ്കിൽ ഉണർവ് പ്രാപിക്കാൻ പറ്റില്ല കേട്ടോ. കല്യാണത്തിന് പോകുമ്പോൾ അടിക്കണോ? കല്യാണത്തിന് പോകുമ്പോൾ അടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി സിസ്റ്റർ തന്നെ അടിച്ചിട്ട് തന്നെയാണല്ലോ പോകുന്നത്. അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ഈ ആവശ്യമുള്ളത് നമ്മൾ ആത്മീയ കാര്യങ്ങൾക്കാണല്ലോ. അപ്പൊ അതിന് മാത്രം ഈ പഫും ഇഞ്ചക്ഷൻ ഇപ്പൊ തന്നെ അടിച്ചോ. ഇനി അടുത്ത പ്രാവശ്യം പിന്നെ ലേറ്റ് ആവണമെങ്കിൽ ആഴ്ചക്കൊരിക്കൽ ആ ഇഞ്ചക്ഷനും കൂടി അടിച്ചിട്ട് പോകുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അതാ സിസ്റ്ററെ, നമ്മളെ പേഷ്യൻസ് എല്ലാം കഴിഞ്ഞല്ലോ? പേഷ്യൻസ് എല്ലാം കഴിഞ്ഞു. ഓക്കെ ശരി, താങ്ക് യു.